ഓസിനിയോ പരിഹാസം പായസമാക്കാം. പ്രിയ ഡിസിഎൽ കൂട്ടുകാരെ, അർജന്റീനയും കേപ്പ് വെർഡെയും തമ്മിലുള്ള ആവേശ പോരാട്ടം ആദ്യത്തോടടുക്കുകയാണ്. അമേരിക്കയിലെ മിയാമി സ്റ്റേഡിയം ഇരുട്ടിയാൽ ഫിഫ വേൾഡ് കപ്പിലെ ഏറ്റവും ഭരിതമായ രംഗങ്ങൾക്ക് സാക്ഷ്യവഹിക്കുകയാണ്. തിളങ്ങുന്ന കൊടികളുടെ രോമാഞ്ചമായ കാൽപന്തുകളിയുടെ മഹാരാജാവ് ലയണൽ മെസ്സിയുടെ 5-ലധികം ഷോട്ടുകളാണ് കളികൾ ഭിത്തിയിലിടിച്ച് തെറിക്കുന്നതുപോലെ ഗോൾ മുഖത്തിന്റെ നാനാവശങ്ങളിലേക്കും ചിതറി വീഴുന്നത്. അവസാനം അർജന്റീന കഷ്ടിച്ചു നടന്നു കൂടുമ്പോൾ തന്റെ ഏറ്റവും കൂടുതൽ ബോളുകൾ തടഞ്ഞു തെറിപ്പിച്ച ആ ഗോൾ കീപ്പറിന് സ്വന്തം ജേഴ്സി ഊരി നൽകി ലയണൽ മെസ്സി അയക്കുകയാണ്. കുറ്റിത്താടിയും ചുളുങ്ങിയ മുഖമായി ഒരു മനുഷ്യൻ നിന്നു കരയുകയാണ്. 5 ലക്ഷത്തിലധികം മാത്രം ജനങ്ങളുള്ള തന്റെ കൊച്ചു രാജ്യത്തിന്റെ വിലാസം ആകാശത്തോളമുയർത്തിയ കളിക്കളത്തിലെ ആ കാളവരുടെ പേര് ജോസെ എവോ റെഡേഴ്സ് എന്നാണ്. എന്നാൽ അയാൾ ഇന്നു ലോകമെമ്പാടും അറിയപ്പെടുന്നത് കുഞ്ഞുമുത്തശ്ശി എന്ന്. അർത്ഥം വരുന്ന ഓസിനിയോ എന്ന ഓമന പേരാണ് 1986 ജൂൺ 3 കേപ്പ് വെർഡെ രാജ്യത്തിലെ ഓസിനിയോ കേപ്പ് വെർഡെ രാജ്യത്തിലെ സവോ വിസെന്റ് ദ്വീപിൽ ജനിച്ച ഓസിനിയോയാണിത്. പിതാവ് പട്ടാളത്തിലും അമ്മ കൂലിവേലയ്ക്ക് പോയിത്തിരി നാൾ മുത്തശ്ശിയും വളർത്തിയതിന്റെ പേരിൽ കുഞ്ഞുമുത്തശ്ശി എന്ന കളിപ്പേര് സ്വന്തം ഔദ്യോഗിക പേരാക്കി മാറ്റിയ ഓസിനിയോയാണിത്. ഫുട്ബോൾ കളിയോടുള്ള അരങ്ങാട്ട അഭിനിവേശം മൂലം കളിക്കളം കിടപ്പാടമാക്കിയതും ഉയരക്കുറവ് മൂലം പരിശീലകർ
പരിഹസിച്ചിറക്കി വിട്ട വാസിന്യോയാണിത്. കാൽപന്ത് കളിയുടെ വൈഭവം പാലങ്ങളിൽ തുടർന്നതു തുടപ്പോഴും ഉപജീവനത്തിനായി ബസ് ദേവരായും ഇലക്ട്രീഷ്യനായും കൂലിപ്പണിയെ വിട്ട വാസിന്യോയാണിത്. എന്നാൽ 20-ാം വയസ്സു മുന്നേ തന്നെ 6.3 അടി ഉയരം നേടി അംഗോള, മോൾഡോവ, സൈപ്രസ്, സ്ലോവാക്യ, പോർച്ചുഗൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ ടീമുകൾ കളിച്ചു ജയിച്ച 2022 ഫിഫ ലോകകപ്പിന്റെ രോമാഞ്ചമായ സൂപ്പർ ഗോൾ കീപ്പർ വാസിന്യോയാണിത്. പ്രിയ കൂട്ടുകാരെ, വാസിന്യോ എന്ന കാൽപന്ത് കളിക്കാരൻ തന്റെ കൈകൾ കൊണ്ട് തട്ടിയെറിപ്പിച്ചത് മെസ്സിയുൾപ്പെടെയുള്ള ലോക താരങ്ങളുടെ ചാട്ടുളി കളിയാണോ അല്ല. കളിക്കളത്തിൽ അയാൾ സകൂട്ടം സ്വന്തം ഗോൾ മുഖത്ത് മിഴിപ്പൂട്ടത്തിൽനിന്ന് നാനാവശങ്ങളിൽ നിന്നും പലരും വീശി അടിച്ച പന്തുകൾ കൃത്യമായി തട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ അതിനു മുന്നേ തന്നെ അയാൾ തന്റെ നേരെ പലരും വളച്ചെറിഞ്ഞ പരിഹാസത്തിന്റെയും ആക്ഷേപത്തിന്റെയും ആരോപണങ്ങൾ തട്ടി മാറ്റിയിട്ടുണ്ട്. ഗൗമാരത്തിൽ കളിക്കളത്തിലെ വിളിക്കാരെ അയാൾ തട്ടിത്തെറിപ്പിച്ചു. പൊക്കുകുരുവിന്റെ കളിപ്പേരുകളൊപ്പം മുത്തശ്ശിയുടെയും ദൈവത്തെപ്പോലെ അനുസരിച്ച ചിപ്പോൾ അനുസരിച്ചപ്പോൾ കൂട്ടുകാർ വിളിച്ച കുഞ്ഞുമുത്തശ്ശി എന്ന പരിഹാസ പേരുകൊണ്ടയാൾ തന്റെ ജീവിത മധുരത്തിന്റെ പായസമുണ്ടാക്കി തന്നെ വളർത്തുവാനും തളർത്താനും പരാജയ പെടുത്താനുമായി അരികിലുള്ളവർ വലിച്ചെറിഞ്ഞ ആക്ഷേപങ്ങൾ അയാൾ തന്റെ ശേഷിയുടെ ആകാരമാക്കി. കൂട്ടുകാരെ, ജീവിക്കുവാനും അതിജീവിക്കുവാനും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പരിസരത്തിൽ നിന്നും ഉയരുന്ന പരിഹാസങ്ങളെ പായസം പോലെ രുചിച്ചിറക്കാൻ നിങ്ങൾക്ക് കഴിയും.
കളി ഇരുന്നു തീ ആ മന്തി മുള്ളവർ മേ കമന്തി കുന്നവർ മേ നീ കളിക്കുന്നവരെ വരും കളിക്കുന്നവരല്ല വരും കാണികൾ മാത്രമേ ഓർക്കുക. നിങ്ങളുടെ വിജയത്തിനായി കളിക്കാൻ നിങ്ങൾ മാത്രമേയുള്ളൂ. വിജയാസങ്ങളോടെ സ്വന്തം കൊച്ചേട്ടൻ.